ഹലോ ഗൈസ്, നമുക്കൊരു ജോബ് എന്നുള്ള രീതിക്ക് നമ്മൊരു സൊമാറ്റോ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ എൻട്രിയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിരുന്നു. നമുക്ക് ജസ്റ്റ് ഒരു ഓർഡറും കാര്യങ്ങളൊന്നും ഇതുവരെയും കിട്ടിയിട്ടൊന്നുമില്ല. ഒരുപാട് നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. രാവിലെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ വെറുതെ നിൽക്കുന്ന ടൈമല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ചാർട്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി നോക്കിയത്. അപ്പോൾ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രിയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കിട്ടിയിരുന്നു. ഈ ഒരു രീതിക്കാണ് നമ്മൾ ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതായത് ഈ ഒരു ഗോൾഡൻ സോണിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ അവിടെ നിന്നൊരു ബൈ ഓപ്ഷൻ, ആ ഒരു രീതിക്കാണ് ഞാൻ ട്രേഡ് എൻ്റർ ആവാൻ ഉദ്ദേശിച്ചിരുന്നത്. ഈ ഒരു ടൈപ്പിലാണ് ഞാൻ ആ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് വൈകിട്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മോർണിംഗ് ഞാൻ എൻട്രിയും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമുക്ക് അവിടെ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റാണ് കാണാൻ പറ്റിയത്. അവിടെ നമുക്ക് എന്താണ്, ഒരു ഭാഗത്ത് തന്നെ വന്ന് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കുന്ന ടൈമിൽ മേലേക്ക് ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് വേണ്ടി പോയി. ആ ഒരു ടൈമിലാണ് ഞാൻ ആ ഒരു എൻട്രി പ്ലേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ ലൈവായിട്ട് ട്രേഡ് എടുക്കുന്നതിനെയാണ് കാട്ടുന്നത്. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതായത് സ്റ്റോപ്പ് ലോസ് നമ്മൾ കയറ്റി വെക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇറക്കി വെച്ചേക്കായിരുന്നു സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ആ ഒരു ഇതിനെ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ലോസ് ആയാലും നമുക്ക് ലോസ് ആവില്ല. മാർക്കറ്റ് ഒരു അടിയിക്ക്, അതായത് എൻ്റെ ടാർഗറ്റ് വരെ എത്തിയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് തിരിച്ചടിയിക്ക് വന്നാലും എനിക്കത് പ്രോഫിറ്റ് തന്നെ കിട്ടുള്ളൂ, എനിക്കവിടെ ലോസ് വരത്തില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ റെഡി ആക്കി. പിന്നെ നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ പ്ലേസ് മാറ്റി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നീങ്ങിയിരുന്നു. എന്നിട്ടും നമുക്ക് ഓർഡറും കാര്യങ്ങളും അടിക്കാണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, കുറച്ച് നേരം നമ്മൾ ഓഫ്ലൈനായിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്ന് ആ ഒരു ടൈമിൽ വൈകിട്ട് നോക്കിയപ്പോൾ നമുക്ക് ആ ടി പി ഹിറ്റായിട്ടുണ്ട്, ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ടായി. ജസ്റ്റ് നമുക്ക് ആ ഒരു ടാർഗറ്റ് ഹിറ്റായപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞാൽ $57 പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഈ ഒരു രീതിക്കായിരുന്നു ടാർഗറ്റ് വെച്ചിരുന്നത്. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ടി പി ഹിറ്റാവുകയും ചെയ്ത് ജസ്റ്റ് ഒരു $57 നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തു. കുഴപ്പമില്ല, നമുക്ക് ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സൊമാറ്റോക്ക് ഞാൻ പിന്നെയും കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഒരു 1-2 ഓട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കുന്ന വെള്ളം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ. നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒരു 400, ആ ഒരു 400-450 രൂപ അത്രയായിട്ട് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകാനാണ് ഡയറക്റ്റ് നോക്കുന്നത്. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി കാണാം ഗൈസ്. ബൈ ബൈ.